സത്യസുവിശേഷം കേട്ടിട്ട് അതുവഴി സ്വർഗത്തിൽ സംഗ്രഹിക്കപ്പെട്ട വിഷയത്തിൽ പ്രത്യാശയുള്ളവനായി ഒരുവൻ തീരുമ്പോൾ അവരിൽ ഒരു മാറ്റം കൂടി ഉണ്ടാകുകയാണ്. അവൻ സകല വിശുദ്ധന്മാരോടും സ്നേഹമുള്ളവനായി മാറും. ഇവിടെ മത്സരമാണ്, പലരോടും വെറുപ്പാണ്, ഐക്യതയില്ലാത്ത അവസ്ഥയാണ്. ഇതിൻ്റെ എല്ലാം കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ, നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു, നിങ്ങളെ കലക്കി കളയുന്നു. ക്രിസ്തുവല്ല നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സെബദിപുത്രന്മാരുടെ അമ്മ സെബദിപുത്രന്മാരെ യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ മറ്റു ശിഷ്യന്മാർ നീരസപ്പെടുന്നത് കണ്ടിട്ട് ശിഷ്യന്മാരോട് യേശു തന്നെ പറയാണ് അവരിൽ കർത്തൃത്വം നടത്തുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുടെ കാര്യമാണ്, ബാക്കി 10 പേരോടായിട്ട് പറയുക. അവരിൽ കർത്തൃത്വം നടത്തുന്നത് ജാതികളുടെ അധിപതിയാണ്, നിങ്ങളോ അങ്ങനെ ആകരുത്. അപ്പോൾ ജാതികളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനാണോ നിങ്ങളിൽ ഇരിക്കുന്നത്? പ്രിയപ്പെട്ട ഒയാസിസ് TV എല്ലാ പ്രേക്ഷകർക്കും അതിൻ്റെ പ്രവർത്തകർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചില വിഷയങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനത് ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചില കാര്യങ്ങളുണ്ട്. ആദ്യം പറയാം, മുഖവര എന്ന നിലയിൽ. ഇന്ന് നമ്മൾ ലോകത്തോട്ടും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആത്മീക മേഖലകൾ അല്ലെങ്കിൽ എല്ലാ മതത്തിൻ്റെയും ആത്മീക പ്രവർത്തനങ്ങൾ വളരെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മതങ്ങളും എല്ലാ ജാതികളും അവരുടെ പ്രവർത്തനങ്ങളിൽ ശക്തി ആർജിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഏറ്റവും കൂടുതലായി പ്രവർത്തിക്കുന്ന, ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ചൊരു അന്വേഷണം നടത്തിയാൽ അത് മിക്കവാറും എനിക്ക് തോന്നുന്നത് ക്രൈസ്തവ സമൂഹമാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തകരാണ്, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ബോധിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ ഇതര മതസ്ഥർ അസന്തുഷ്ടരാണ്, അസഹിഷ്ണുതരാണ്. അവർ മുക്കിന് ഇങ്ങനെ പരസ്യയോഗവും പ്രവചനവും പ്രസംഗവും കാര്യങ്ങളും ഒക്കെ നടത്തി ഇങ്ങനെ ആളിനെ കൂട്ടി, അപ്പോൾ ഇതിൻ്റെയൊക്കെ ആളുകൾ ഒഴുകുന്നു, അവിടേക്ക് ആളിനെ കൂട്ടി പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പം ഇതര മതസ്ഥരാകപ്പാട് വല്ലാതെ വെപ്രാളപ്പെടുന്നുണ്ട്. കാരണം അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങോട്ടും ഓടുകയാണ്, അവർക്ക് അത്രയും ആകാൻ പറ്റുന്നില്ല. അവരും ഒപ്പം പ്രവർത്തിക്കുന്നുണ്ട്, ഒപ്പം അവരും ആളുകൾ പോകാതിരിക്കാൻ ഒരുപാട് പണി. അപ്പോൾ ഇങ്ങനെ വിവിധ നിലകളിലുള്ള പണികൾ ഈ ആത്മീയ മേഖലകളിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു തന്നെ, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഞങ്ങൾ പോയതിന് ശേഷം കൊടിയ ചെന്നായ്ക്കൾ വരും, ഞങ്ങളുടെ പേരെടുത്ത് വരും. അവർ വ്യാജ ശുശ്രൂഷകന്മാരാണ്, കപട സുവിശേഷകരാണ്, കള്ള ശുശ്രൂഷകന്മാരാണ്. അപ്പം അവസാനത്തോടെ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാപഠ്യങ്ങൾ നടക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. ഇന്ന് നമ്മൾ നോക്കിയാൽ, വിശേഷിച്ച് ഞാനൊക്കെ താമസിക്കുന്ന തിരുവല്ല മേഖലയാണ്, തിരുവല്ല, ഈ ചങ്ങനാശ്ശേരി, കോട്ടയം, ഈ മധ്യ തിരുവിതാംകൂർ മേഖലകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ഉരുണ്ട് വീണ സുവിശേഷകന്മാരുടെ മണ്ടയ്ക്കാണ്. ബൈബിൾ കോളേജുകൾ തന്നെ എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഓരോ വർഷവും ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്. ഇവരൊക്കെ പഠിച്ചിറങ്ങിയിട്ട് എവിടെ പോകുന്നത്? ഇത് തന്നെ പണി. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക, അതുവഴി ജീവിതം കെട്ടിപ്പിടുക, നല്ല കാര്യം. അതൊക്കെ അതിനൊന്നും എതിരല്ല, നല്ല കാര്യം നടക്കട്ടെ. പക്ഷേ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാൻ ചില കാര്യങ്ങളുണ്ട്. അതൊന്നും ഇതാണ്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. ഞാൻ പറയുന്നത് ഈ സവിശേഷത, അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഈ വിഷയം ഇന്ന് തുടങ്ങിയല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു സംഭവമാണ്. അത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ 1-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു വാക്ക്, അത് ഞാൻ ഒരുപാട് ചിന്തിച്ചു. ആ വാക്യത്തിൽ എങ്ങനെയാണ് പറയുന്നത്? സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക്. അപ്പോൾ ആ വാക്ക് ഞാൻ 2-3 ആവർത്തിച്ചു വായിച്ചു. ആ വാക്കിൽ എന്തൊക്കെയോ മറഞ്ഞു കിടക്കുന്ന എനിക്ക് തോന്നി. എന്തൊക്കെയോ ആ വാക്കിനകത്ത് ഇച്ചിരി കുറ്റിയും കൊളുത്തും പറയുന്ന പോലൊക്കെ അതിനകത്ത് എന്തോ ഒരു ഇന്നർ മീനിങ് കിടക്കുന്നു എന്ന് എനിക്ക് തോന്നി. ഞാനത് ഒന്നുകൂടെ വായിച്ചപ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവിടെ പറയുന്ന 1-ാമത്തെ വാക്ക് സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ. അതെന്താ സുവിശേഷം സത്യവചനമല്ലേ? പിന്നെ സുവിശേഷത്തിൻ്റെ സത്യവചനം എന്ന് എടുത്തു പറയേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ഉയർത്തുകയാണ്. അപ്പോൾ എനിക്ക് ഒരു ഉത്തരം ഞാൻ തന്നെ കണ്ടെത്തുകയാണ്. സുവിശേഷത്തിൻ്റെ സത്യവചനം എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു പറയുന്നത് കൊണ്ട് സുവിശേഷത്തിൻ്റെ വ്യാജവചനങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് സത്യവചനം എന്ന് എടുത്തു പറയുന്നത്. അവിടെ പറയുന്നൊരു ഭാഗം ശ്രദ്ധിക്കണേ. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി എന്ന് പറഞ്ഞതാ. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും സുവിശേഷം കേൾക്കുന്നില്ലേ? ഇല്ല. ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന സുവിശേഷമൊന്നും സുവിശേഷമല്ല. നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ട് സുവിശേഷത്തിൻ്റെ സത്യവചനം. ആ സത്യവചനം നിമിത്തം ഉണ്ടായ ചില കാര്യങ്ങളുണ്ട്. ആ റിസൾട്ട് ഇന്ന് കേൾക്കുന്ന സുവിശേഷങ്ങളിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നാം ഒന്നുകൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് ഈ സുവിശേഷത്തിൻ്റെ സത്യവചനം എന്ന് പറയുന്നത് എന്താണെന്നും സുവിശേഷം കേൾക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്നും നമ്മളൊരു പഠനം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ പഠനം നടത്താനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ, ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും അങ്ങനെയൊക്കെ ഉണ്ടോ? സുവിശേഷം ഒന്നല്ലേ ഉള്ളൂ, യേശുക്രിസ്തുവിനെ അറിയിക്കുന്നതല്ലേ സുവിശേഷം? ആണോ? ആണോ?
ഒന്നുകൂടെ തപ്പോൾ ചോദിക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ ഒരു വാക്യം ഓർമ്മ വരികയാണെന്നേ. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ ഒരു 6-ാമത്തെ വാക്യമൊക്കെ ഇങ്ങനെ വരുമ്പം അവിടെ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്. ഗലാത്യ ലേഖനം 1:6 ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട്, ക്രിസ്തുവിൻ്റെ കൃപയാൽ വിളിച്ചത് നിങ്ങളെ ക്രിസ്തു തന്നെയാണ്, പക്ഷേ ക്രിസ്തുവിനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കണ്ട് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. നിങ്ങൾ വേറൊരു സുവിശേഷത്തിൽ, അപ്പോൾ വേറൊരു സുവിശേഷമുണ്ട് എന്ന് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുക, ക്രിസ്തുവിൻ്റെ കൃപയാലാണ് നിങ്ങൾ വിളിക്കപ്പെട്ടു വന്നത്. പക്ഷേ ആ ക്രിസ്തുവിനെ വിട്ടിട്ട് നിങ്ങളിപ്പോൾ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുകയാണ്. അത് കണ്ടിട്ട് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞത് അത് വേറൊരു സുവിശേഷമെന്നല്ല, ഇച്ചിരൂടെ കഴിപ്പിച്ചാണ് പറഞ്ഞത്, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയാൻ വേറൊരു സുവിശേഷവുമായി വരുന്നു. അപ്പോൾ ഈ വേറൊരു സുവിശേഷത്തിൻ്റെ ലക്ഷ്യം എന്താ? യഥാർത്ഥ സുവിശേഷത്തെ അഥവാ സത്യസുവിശേഷത്തെ മറിച്ച് കളയുക എന്ന് ഞാൻ എന്നിട്ട് പറയുകയാണ്. എന്നാൽ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ അറിയിച്ചതിന് വിപരീതമായി, നമുക്ക് ഈ പള്ളിയിലൊക്കെ, യാക്കോബ പള്ളിയിലൊക്കെ ഞങ്ങളായിരുന്ന സമയത്ത്, ഞാൻ യാക്കോബ പള്ളിയിലെ ഒരു ശുശ്രൂഷകനായിട്ടൊക്കെ കുറേ നാൾ നിന്നാ എൻ്റെ ചെറുപ്രായത്തിൽ. അപ്പോൾ ആ യാക്കോബ പള്ളിയിൽ പാടുന്നൊരു പാട്ടുണ്ട്, എനിക്കൊന്ന് ഈ മലങ്കര കത്തോലിക്ക പള്ളിയിലൊക്കെ പാട്ട് പാടുന്നുണ്ട്. പൗലസ്ലീഹ ധന്യൻ ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരം ഉപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു, ദൈവത്തിനുപദേശം തൊട്ടവസാനിപ്പിപ്പോൻ ധന്യൻ. ഇങ്ങനൊരു പാട്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പത്തിൽ പഠിച്ചൊരു പാട്ടാണ്. എന്താ പാട്ടിൻ്റെ അർത്ഥം? ആ പാട്ടിൻ്റെ വരികളാണ് ഇവിടെ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ വാക്കാണ് ആ പാട്ടിലേത്. പക്ഷെ പാട്ട് പാടുമ്പോൾ അവർ പാടിയത് ഇങ്ങനെ, ഞങ്ങൾ നിങ്ങളെ അറിയിച്ചതൊഴിച്ച് വേറെ എന്തെങ്കിലും അറിയിച്ചാൽ, അതിന് ഇവിടെ പറയുന്നത് ഞങ്ങൾ അറിയിച്ചതിനെതിരെ പൗലോസ് പഠിപ്പിക്കാത്തത് പഠിപ്പിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് അവിടെ പാടുക. ഇവിടെ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ഇത് പറയുക. ഇനി നാളെ ഞങ്ങൾ തന്നെ മാറ്റി പറഞ്ഞാലും ഞങ്ങൾ ശപിക്കപ്പെടും എന്നും കൂടി പൗലോസ് പറഞ്ഞു വയ്ക്കുക. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കേൾക്കുന്നത് സുവിശേഷം എന്ന പേരിലാണ്. യേശുക്രിസ്തുവിനെയാണ് യേശുക്രിസ്തുവിൻ്റെ പേരുണ്ട്. പലയിടത്തും യേശുക്രിസ്തുവിൻ്റെ പേര് പോലും ഉപയോഗിക്കാറില്ല, സുവിശേഷം എന്നൊക്കെ പേര്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നൊക്കെ ബാനറിലേ ഉള്ളൂ. പക്ഷേ ആ പ്രസംഗ സ്ഥലത്ത് യേശുവിനെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ച് കേൾക്കാറ് പോലുമില്ല. പല പ്രസംഗങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കേൾക്കാറില്ല. ഇനി പോട്ടെ, കേട്ടാൽ പോലും അത് സത്യസുവിശേഷമാണോ പറയുന്നത് എന്ന് പരിശോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത് പരിശോധിക്കുമ്പോൾ ഇവിടെ പറയുന്ന വാക്കെന്നെ നടത്തുന്നത്, അവിടെ പറയുന്നത് സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അത്രയുമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ സത്യവചനമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ആ കേട്ട സുവിശേഷം നിങ്ങളിൽ ചെലുത്തുന്നൊരു പ്രത്യാശയുണ്ട്. ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വിശേഷം കേട്ടാലും അതിനൊരു പ്രത്യാശ ഉണ്ടാവും. അതിപ്പം എന്താ പറയണ്ടേ, രാഷ്ട്രീയക്കാരുടെ പ്രസംഗം കേട്ടാലും ഒരു പ്രത്യാശ ഉണ്ടാവും. ഇപ്പോൾ ഇലക്ഷനൊക്കെ നടക്കുകയല്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും പിന്നെ NDA വലതു പിന്നെ BJP ഒക്കെ ഉണ്ട്. എല്ലാവരും ഓരോ കാര്യങ്ങൾ പറയാം, ഞങ്ങൾ വന്നാൽ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അവരിൽ വിശ്വസിക്കുക ആളുകൾ, അവരിൽ വിശ്വസിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ അവരിലൊരു പ്രത്യാശ ഉണ്ടാകുകയാണ്. ആ പ്രത്യാശ അവർ ബാലറ്റ് പേപ്പറിൽ രേഖപ്പെടുത്തുകയാണ്. എന്നതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന സകല സന്ദേശങ്ങളും നമ്മളിലൊരു പ്രത്യാശ ഉണ്ടാകും. അതിന് സത്യസുവിശേഷം കേട്ടാലും പ്രത്യാശ ഉണ്ടാവും, വ്യാജ സുവിശേഷം കേട്ടാലും ഒരു പ്രത്യാശ ഉണ്ടാവും. ഇനി പറയുന്ന പ്രത്യാശയാണ് പരിശോധിക്കേണ്ടത്. ഈ നിങ്ങൾ കേട്ട സുവിശേഷം നിങ്ങളിൽ ഉണ്ടാക്കിയ പ്രത്യാശ എന്താണെന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ കേട്ടത് സത്യസുവിശേഷം തന്നെയാണോ എന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് പലരും സുവിശേഷം കേട്ടു വന്നു, അവരിലുണ്ടായ പ്രത്യാശ പലപ്പോഴും അവരുടെ കടബാധ്യത മാറ്റിക്കൊടുക്കുവാൻ യേശു തീരുമാനമെടുത്തിരിക്കുന്നു എന്ന പ്രത്യാശയാണ്. അവരുടെ മക്കളുടെ വിവാഹത്തിൻ്റെ തടസ്സം കർത്താവ് മാറ്റിക്കൊടുത്തിരിക്കുന്നു, അവരെ കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യാശ. ഈ ഭൂമിയിൽ, സൂര്യന് കീഴെയുള്ള ഈ ഭൂമിയിൽ ഈ ലോകത്തിൽ ഈ ആയുസ്സിൽ മാത്രമുള്ള വിഷയങ്ങളിൽ ഉള്ള ദൈവപ്രവൃത്തി അവർക്ക് വേണ്ടി ക്രിസ്തു ചെയ്തു കൊടുക്കും. അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് അവർ യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യണേ, അവരുടെ ഏത് വിഷയത്തിനും പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ക്രിസ്തു മതിയായവൻ എന്ന പ്രത്യാശയാണ് അവരിലുണ്ടാകുന്നത്. അതാണോ പ്രത്യാശ? അവിടെയാണ് പ്രത്യാശയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ യഥാർത്ഥ സുവിശേഷം തരുന്ന പ്രത്യാശയെക്കുറിച്ച് വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്ന 1-2 ഭാഗങ്ങൾ നോക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ ചില ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ അതാണ് നമ്മളിപ്പോൾ വായിച്ച സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി
സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അപ്പം ഒന്നാമത് ഞാൻ പറഞ്ഞു വരുന്നത്, സുവിശേഷത്തിൻ്റെ സത്യവചനം, ആ സുവിശേഷത്തിൻ്റെ സത്യവചനമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രത്യാശ പരിശോധിക്കുമ്പോൾ ഗ്രഹിക്കാൻ പറ്റും നിങ്ങൾ കേട്ടത് സുവിശേഷത്തിൻ്റെ സത്യവചനമാണെന്ന്. നിങ്ങൾ കേട്ടത് സുവിശേഷത്തിൻ്റെ സത്യവചനമാണെങ്കിൽ നിങ്ങൾക്കുണ്ടായ പ്രത്യാശ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമിയിലല്ല, സ്വർഗത്തിലായിരിക്കും. സ്വർഗത്തിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ആയിരിക്കും യഥാർത്ഥ സുവിശേഷം കേൾക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഉടലെടുക്കുന്ന പ്രത്യാശ. ഒരു വ്യക്തിയുടെ പ്രത്യാശയെ ചോദിച്ചാൽ മതി, ഒരു വ്യക്തിക്ക് സ്വയം അവൻ്റെ പ്രത്യാശയെക്കുറിച്ച് പരിശോധിച്ചാൽ മതി. അവൻ കേട്ട സുവിശേഷം സത്യസുവിശേഷമാണോ വ്യാജ സുവിശേഷമാണോ എന്ന് മനസ്സിലാക്കാൻ അത് മാത്രം മതി. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ ലൂടെ ഒന്ന് പോകാനായിട്ടായിരിക്കും. 8-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നതിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിൽ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളിലാണോ പ്രത്യാശ? ഈ സുവിശേഷം നമ്മളിൽ ഉണ്ടാക്കിയ പ്രത്യാശ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നാളെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു മൂലം ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശയാണോ? ആണെങ്കിൽ സൂക്ഷിക്കണം. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അതല്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് നീ കേൾക്കുന്നതെങ്കിൽ, സത്യസുവിശേഷമാണ് നീ കേട്ടതെങ്കിൽ, നിന്റെ മുമ്പിൽ നിൽക്കുന്നത് യഥാർത്ഥ സുവിശേഷകനാണെങ്കിൽ അവൻ്റെ സുവിശേഷമാണ് കേൾക്കുന്നതെങ്കിൽ, നിന്റെ പ്രത്യാശ കാണുന്ന വിഷയങ്ങളിലേ അല്ല, കാണാത്ത വിഷയത്തിലായിരിക്കും നിന്റെ പ്രത്യാശ. അപ്പോസ്തലന്മാരൊക്കെ അതിലായിരുന്നു പ്രത്യാശ കൊണ്ടത്. അവർ ഈ ഭൂമിയിൽ ചവറായി ഏതുമില്ലാത്തതായി ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നുമില്ലാതായി ചവറായി മാറി. പക്ഷെ അവർ പ്രത്യാശയിൽ ബലമുള്ളവരായിരുന്നു. അവരുടെ പ്രത്യാശ ഇവിടെയല്ല. പൗലോസ് ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈപ്പടിയല്ലാത്തൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്, നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്ക് വേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് അപ്പോസ്തലന്മാരുടെ പ്രത്യാശകൾ വരുന്നത്. ഇന്നത്തെ ആളുകളുടെ പ്രത്യാശ എന്താണ്? ദൈവം വഴി തുറക്കും, ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ട്, സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി ഞങ്ങൾ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷകന്മാർ എന്ന് പറയുന്നവരുടെ അടുത്ത് പോയി കേൾക്കിട്ട് തിരുത്തു വരുന്നവരോട് നമ്മൾ അവരുടെ പ്രത്യാശയെക്കുറിച്ച് ചോദിക്കും. അല്ലെങ്കിൽ അവർ നമുക്കിടയിലെ പല വീടുകളിലും പോയി അവർ സുവിശേഷത്തെക്കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുന്നത് അവർ പ്രത്യാശ വെച്ചിരിക്കുന്ന വിഷയവും ആ പ്രത്യാശ സഫലീകരിക്കപ്പെട്ട കാര്യവുമാണ് സാക്ഷ്യത്തിനായി പറയുന്നത്. അവർ സുവിശേഷം നിമിത്തം ആ സുവിശേഷം അക്സെപ്റ്റ് ചെയ്തത് നിമിത്തം അവരുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്ത കാര്യങ്ങളുടെ പട്ടിക അവർ നിരത്തി സാക്ഷ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആ പട്ടിക ശ്രദ്ധിച്ചു നോക്കൂ. അത് പുഴുവെടുക്കുന്നതും തുരുമ്പെടുക്കുന്നതും നശിച്ചു പോകുന്നതുമായ ഈ ഭൂമിയിലെ വിഷയങ്ങളിലാണ്, കാണുന്ന കാര്യത്തിലാണ്. എന്നാൽ അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം അവയിലായിരുന്നില്ല എന്നുള്ളതാണ് സത്യസുവിശേഷത്തിൻ്റെ പരമപ്രധാനമായ ഒരു തെളിവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 2:6 മുതൽ ഉള്ള ഭാഗം കൂടി ഒന്ന് നോക്കിയാൽ, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2:6 മുതലുള്ള ഭാഗത്ത് പൗലോസ് തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായി പ്രഭുക്കന്മാർ, ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രയെ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നു. അപ്പോൾ സത്യസുവിശേഷം പ്രസംഗിച്ചവർ, അവർ പ്രസംഗിച്ച ജ്ഞാനം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളല്ല. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഭൂമിയിലില്ലാത്ത, അതും ഈ ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ ഒരുക്കി വച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അവർ പ്രസ്താവിച്ചിട്ടുള്ളത്. അതാണോ നീ കേട്ട സത്യസുവിശേഷത്തിലൂടെ നിന്റെ മുമ്പിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയം? സത്യസുവിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം നമ്മുടെ മുമ്പിൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന, നമ്മൾ എന്തിനാണ് പ്രത്യാശ വെച്ചിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ പരിശോധിച്ചില്ല എങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടും, നമ്മൾ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയും. ഇവിടെയാണ് അപകടകരമായ കാര്യങ്ങൾ കിടക്കുന്നത്. ഇനി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലോട്ട് വന്നാലോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത്, അതിൻ്റെ 27-ാമത്തെ വാക്യം മുതൽ വായിക്കാം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്ത് നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. ഇതവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണമുള്ള ഒരു നടപ്പ്, നമ്മുടെ നടപ്പ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണമാണ്. ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷം, ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രത്യാശ ലോക സൃഷ്ടിക്ക് മുമ്പേ
നമ്മുടെ തേജസ്സിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളിലാണ്. അതിലേക്കാണ് ക്രിസ്തു നമ്മളെ നടത്തുന്നത്. അതാണ് സുവിശേഷം. അതിലേക്ക് നമ്മളെ നടത്തുന്നത് സൗജന്യമായിട്ടാണ്. ഈ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചാലോ, വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖന കർത്താവ് പറയുന്ന ഭാഗങ്ങളൊന്നും ശ്രദ്ധിക്കണം. എബ്രായ ലേഖന കർത്താവ് അതിൻ്റെ 11-ാം അധ്യായത്തിലാണ്. 11-ാം അധ്യായത്തിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്ന 11-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പോൾ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മളെ വിശ്വസിപ്പിക്കുന്നത് ഏതാണെന്നുള്ളതും പരിശോധിക്കണം. എന്നെ വിശ്വസിപ്പിക്കുന്നത്, എന്നോട് പറഞ്ഞത് എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരാൻ പോകുന്നു, എൻ്റെ കടം മാറ്റാൻ പോകുന്നു, എൻ്റെ കൊച്ചുകളുടെ വിദ്യാഭ്യാസം മാറ്റാൻ പോകുന്നു, രോഗം മാറ്റാൻ പോകുന്നു, സ്ഥിതിക്ക് മാറ്റം വരുത്താൻ പോകുന്നു, നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കാൻ പോകുന്നു, ഇതൊക്കെയാണ് എന്നെ വിശ്വസിപ്പിച്ചത്. അതൊക്കെയാണോ? അതിൽ വിശ്വസിക്കുന്നതാണോ വിശ്വാസം? അല്ലേ അല്ല. വിശ്വാസം എന്നതോ ഇവിടെ പറയുന്നു ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. വിഷയം ശരിയാണ്, ആശിക്കുന്നത്. ഞാൻ ആശിക്കുന്നത് ഇതൊക്കെയാണ്. നീ ആശിക്കുന്നതിൻ്റെ ഉറപ്പ് നിനക്ക് തരിക എന്നുള്ളതാണ് ഈ സുവിശേഷകൻ്റെ ലക്ഷ്യമെങ്കിൽ തിരുവെഴുത്തിൽ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു എന്നാണ് പറഞ്ഞത്. അതിന് മേളത്തെ ഭാഗമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 10-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമൊക്കെ വായിച്ചാൽ മനസ്സിലാവും. സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തിനെ കുറിച്ചുള്ള ഉറപ്പാണ് പറയുന്നത്. ലോക സൃഷ്ടിക്ക് മുമ്പേ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആരും കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് ആ കാണാത്ത കാര്യങ്ങളിലുള്ള നിൻ്റെ ഉറപ്പ്, അതിൽ ആശിക്കുക, അതിൽ ഉറയ്ക്കുക. അപ്പം വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്ന് പറഞ്ഞാൽ കാണാത്ത കാര്യങ്ങൾ വേണം നീ ആശിക്കാൻ. കാണാത്ത കാര്യങ്ങൾ ആശിക്കുകയും അതിൽ ഉറയ്ക്കുകയും ചെയ്യുന്നതാണ് സത്യസുവിശേഷം ഒരു വ്യക്തിയിൽ പകരുന്ന പ്രത്യാശ. അതുകൊണ്ടാണ് പറഞ്ഞത് സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. അപ്പോൾ സത്യസുവിശേഷം സ്വർഗത്തിൽ സംഗ്രഹിക്കപ്പെട്ട വിഷയമായിരിക്കും സത്യസുവിശേഷം. അപ്പോൾ നമ്മൾ കേൾക്കുന്ന സുവിശേഷം അല്ല നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കണം. നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തി അത് കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നമ്മൾ പകർന്നു കൊടുക്കേണ്ട പ്രത്യാശ, അല്ലെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ വിശ്വസിപ്പിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഭൗമിക വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നവനാണ് യേശു എന്നല്ല. അതൊക്കെ യേശു ചെയ്തോളും. അതൊക്കെ യേശു അതിൻ്റെ സമയത്ത് ചെയ്തോളും. യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്തുണ്ണും എന്തുടുക്കുമെന്ന് ഓർത്ത് നിങ്ങൾ വിചാരപ്പെടുന്നത്. ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുന്ന കാര്യമാണ്. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവിന് ഇതൊക്കെ നന്നായിട്ട് അറിയാം നിങ്ങൾക്ക് തരാൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മുടെ പല ഉപവാസ പ്രാർത്ഥനകൾ പോലും, നമ്മുടെ പല പ്രാർത്ഥനകൾ പോലും, പല പ്രാർത്ഥന റിക്വസ്റ്റുകൾ പോലും എന്താണ്? നാളത്തെ പറ്റി വിഷയത്തെക്കുറിച്ചാണ്. നാളെ എന്തായിത്തീരും, നാളെ എങ്ങനെയായിത്തീരും, ഞാൻ എൻ്റെ ജീവിത പ്രശ്നമാണ്. ഉടുക്കും ഉണ്ണും എന്തുടുക്കും എന്ന് പറഞ്ഞാൽ ആഹാരവും വസ്ത്രവും മാത്രമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഈ ഭൂമിയിലെ അവൻ്റെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടുന്ന ഘടകങ്ങളാണ്. അതിനെപ്പറ്റി നീ വിചാരപ്പെടണ്ട, നീ അതിനെപ്പറ്റി ബോധേടാകണ്ട. സ്വർഗസ്വനായ നിനക്കൊരു പിതാവുണ്ട്. എൻ്റെ പിതാവ് അതറിയാം, അതെല്ലാം കൃത്യമായി ചെയ്തോളും. നീ പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത്, പിതാവേ നിൻ്റെ ഇഷ്ടം എന്നിൽ സംപൂജ്യമാകണമെന്നാണ്. നിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ ഇഷ്ടം അറിയാനാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ എൻ്റെ ഇഷ്ടങ്ങളെ നിരത്തിയിട്ട് അതെല്ലാം സാധിച്ചു തരണമെന്നല്ല. നിൻ്റെ ഇഷ്ടങ്ങൾ എന്താണെന്നും അതിലേതൊക്കെ നിനക്ക് ഗുണപരമായിരിക്കുമെന്നും നിന്നേക്കാൾ കൃത്യമായിട്ട് അറിയുന്നൊരു പിതാവ് നിനക്കൊണ്ട് അവനത് ചെയ്തു തരും. അതല്ലാതെ നാളത്തെ പറ്റിയുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നീ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതെങ്കിൽ ജാതികളാണ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. വാസ്തവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ജാതികളല്ല, അല്ലെങ്കിൽ ഏറ്റവും വലിയ ജാതികൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ജാതീയ സംഘടന എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തീയ സഭയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇവർ അന്വേഷിക്കുന്നത് മുഴുവൻ ഈ ഭൗമിക ആവശ്യങ്ങളാണ്. ഇവരുടെ ഉപവാസ പ്രാർത്ഥനകളെല്ലാം അതാണ് കാണുന്നത്. ഞാൻ ഇവരുടെ എന്ന് പറയുന്നത് ഇച്ചിരി കടുപ്പമായി പോകും. നമ്മൾ തന്നെ പരിശോധിക്കണം, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയാണോ എന്ന് സ്വയം പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും പാർക്കുന്നത് എന്ന കാര്യം മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്തിൻ്റെ ലെവലിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്താ ചെയ്യുക? അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും വരുന്നു. കേൾവി ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്ന് വരുന്നു. വിശ്വാസം, അതായത് ഒരു വ്യക്തി സുവിശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന വിശ്വാസം സ്വർഗത്തിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസം അവനിൽ ഉളവാക്കുന്നത് യേശുക്രിസ്തുവിനെ വചനം കേൾക്കുന്നിടത്താണ്. അപ്പോൾ സത്യസുവിശേഷം യഥാർത്ഥ ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണെങ്കിൽ, യഥാർത്ഥ ക്രിസ്തുവിനെയാണ് ഒരാൾ കേൾക്കുന്നതെങ്കിൽ കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയവർ അവർ കണ്ടിട്ടില്ല, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷേ അവർ ആത്മാവിൽ കണ്ടു ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ള നഗരം. പിന്നീട് ഇങ്ങോട്ട് വിശ്വാസ വീരന്മാരുടെ പട്ടിക നിരത്തുമ്പോഴെല്ലാം അത് പറയുകയാണ്. അവർ അന്യദേശത്തെന്ന പോലെ, വാഗ്ദത്ത ദേശത്തെത്തിയിട്ടും അന്യദേശത്തെന്ന പോലെ പാർക്കുകയാണ്. ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ ദൈവം എനിക്ക് തന്നതാണ്, ഇതേ കണ്ടോ എന്ന് പറഞ്ഞാൽ ഇതല്ല. ഇതിനപ്പുറത്ത് സ്വർഗത്തിൽ സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ പ്രത്യാശ വയ്ക്കാൻ
നമുക്ക് കഴിയണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി, സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ സുവിശേഷം കേട്ടിട്ട് അതുവഴി സ്വർഗത്തിൽ സംഗ്രഹിക്കപ്പെട്ട വിഷയത്തിൽ പ്രത്യാശയുള്ളവനായി ഒരുവൻ തീരുമ്പോൾ അവനിൽ ഒരു മാറ്റം കൂടി ഉണ്ടാകുകയാണ്. അവൻ സകല വിശുദ്ധന്മാരോടും സ്നേഹമുള്ളവനായി മാറും. ഇവിടെ മത്സരമാണ്, പലരോടും വെറുപ്പാണ്, ഐക്യതയില്ലാത്ത അവസ്ഥയാണ്. ഇതിൻ്റെ എല്ലാം കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ, നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു, നിങ്ങളെ കലക്കി കളയുന്നു. ക്രിസ്തുവല്ല നിങ്ങളിൽ കർത്തൃത്വം നടത്തുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സെബദിപുത്രന്മാരുടെ അമ്മ സെബദിപുത്രന്മാരെ യേശുവിൻ്റെ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ മറ്റു ശിഷ്യന്മാർ നീരസപ്പെടുന്നത് കണ്ടിട്ട് ശിഷ്യന്മാരോട് യേശു തന്നെ പറയാണ് അവരിൽ കർത്തൃത്വം നടത്തുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുടെ കാര്യമാണ്, ബാക്കി 10 പേരോടായിട്ട് പറയുക. അവരിൽ കർത്തൃത്വം നടത്തുന്നത് ജാതികളുടെ അധിപതിയാണ്, നിങ്ങളോ അങ്ങനെ ആകരുത്. അപ്പോൾ ജാതികളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവനാണോ നിങ്ങളിൽ ഇരിക്കുന്നത്? നിങ്ങൾ കേട്ട സുവിശേഷം, ആ സുവിശേഷത്തിൽ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട വിഷയം ജാതികളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവർ പ്രസന്റ് ചെയ്യുന്ന വിഷയമാണോ? ഞാൻ ഒരൊറ്റ വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കേണ്ടതിനായി സാത്താൻ കൊണ്ട് നിർത്തുമ്പോൾ യേശുവിന് ആ ദിവസങ്ങളിൽ ഒന്നും വിശന്നില്ല. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുക, കല്ല് അപ്പമായി തരാൻ പറ. ഉയർന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് പറയുക, കാണുന്ന സകലം നിന്ന് നിനക്ക് തരാം. അങ്ങ് അമേരിക്കയും ജപ്പാനും ജർമ്മനും ഒക്കെ കാണിച്ചു കാണും, ചാടിക്കൂ. വേറെടുത്ത് പറയുക, നീ ചാടിക്കൂ, കാല് കല്ലിൽ തട്ടാതെ വണ്ണം കാത്തോളും. ഇതൊക്കെയാണ് യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട്. അപ്പോൾ ഈ പറയുന്ന സാത്താൻ്റെ വിരളങ്ങട്ടായിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ 40 ദിവസം മരുഭൂമിയിലൂടെ ആ ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ ആത്മാവിനാൽ നയിക്കപ്പെട്ട ക്രിസ്തു പിന്നീട് വിശന്നപ്പോൾ അവൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന ഉപദേശിയുടെ വിരള് ഭൂമിയിലേക്കാണ്, താഴേക്കാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം കണ്ട യോഹന്നാൻ്റെ അടുക്കൽ അത് പരിചയപ്പെടുത്താൻ വന്ന ഉപദേശി ഒരു ദൂതനാണ്. ദൂതൻ്റെ വിരൽ നിങ്ങൾ ശ്രദ്ധിച്ച്, അത് ഉയരത്തിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ വ്യത്യാസം തിരിച്ചറിയേണ്ടത്. നമ്മളോട് സുവിശേഷം പറയുന്നവൻ്റെ ചൂണ്ടുവിരൽ എങ്ങോട്ടായിരിക്കുന്നത്? അവൻ്റെ സുവിശേഷം നമ്മൾ സ്വീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ പ്രത്യാശ സ്വർഗത്തിലാണോ സംഗ്രഹിക്കപ്പെടുക, ഭൗമിക കാര്യങ്ങളിലാണോ? ഇവിടെയാണ് നാം അപകടം തിരിച്ചറിയേണ്ടത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കേൾക്കുന്ന സുവിശേഷമെല്ലാം സുവിശേഷമല്ല. സുവിശേഷകരെന്നോ പ്രവാചകന്മാരെന്നോ ഒക്കെ പറഞ്ഞു വരുന്നവർ പലരും ഈ ലോകത്തിൻ്റെ പ്രഭുവിൻ്റെ ആത്മാവിനാൽ, ഈ ലോകത്തിൻ്റെ അധിപതിയുടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നതും വാഗ്ദത്തം ചെയ്യുന്നതും ഓഫർ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിനെ കൊണ്ട് പറ്റിച്ച് നിർത്തുന്നതും ഈ ലൗകിക വിഷയമായി, ഈ ആയുസ്സിലെ വിഷയങ്ങളിൽ മാത്രമാണ്. ഇതിനായിട്ടല്ല നമ്മുടെ കർത്താവ് സ്വർഗീയ മഹിമ വിട്ടിറങ്ങി വന്നത്. ഇതിനായിട്ടല്ല കർത്താവ് നമ്മുടെ സുവിശേഷം പറഞ്ഞത്. ഇതിനായിട്ടല്ല അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മളെ തന്നോട് അനുരൂപരാക്കി തൻ്റെ രാജ്യത്തിലെത്താൻ അവൻ നമുക്ക് വേണ്ടി ഒരു കെട്ടിടം പണിയുന്നുണ്ടത്. പക്ഷേ ഇവിടെയല്ല, ഉയരത്തിൽ, സ്വർഗത്തിൽ. അവൻ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കണ്ടിട്ടില്ല, ഒരു മനുഷ്യനെ ഹൃദയത്തിൽ തന്നിട്ടില്ല. അതിവിടെ അല്ല. അപ്പോൾ ഇത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇത് തിരിച്ചറിയുവാൻ, ഇതിലേക്കൊരു മനുഷ്യൻ്റെ പ്രത്യാശയെ നയിക്കുവാൻ ഒരു സുവിശേഷകൻ തൻ്റെ സുവിശേഷ പ്രവർത്തനം കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ആ സുവിശേഷൻ സ്വയം തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടണം. യഥാർത്ഥ സുവിശേഷം എന്താണെന്ന് തിരിച്ചറിയണം. കർത്താവ് അതിനായിട്ട് എല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.